അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. വേറെ ഒന്നുമില്ല, നമ്മുടെ മലബാറിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. ഞാൻ വലിയ കുക്കർ കാര്യമൊന്നുമല്ല, പക്ഷേ എനിക്കത് കണ്ടപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ചട്ടിപ്പത്തിരി കഴിക്കാൻ നല്ല പൂതി വന്നപ്പോൾ കഴിക്കാം കേട്ടോ. അപ്പം പൂതി വന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ അനിയത്തി ഗർഭിണിയാണ്. അപ്പം അവർക്ക് ആരോ ചട്ടിപ്പത്തിരി കൊണ്ടുകൊടുത്തപ്പോൾ അത് ഗ്രൂപ്പിലിട്ട്. അപ്പോൾ ഗ്രൂപ്പിലിട്ടപ്പോൾ തൊട്ട് എനിക്ക് ചട്ടിപ്പത്തിരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചട്ടിപ്പത്തിരി അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് കഴിക്കാൻ തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഇന്നാണ് അത് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ദിവസം. കാരണം ഇന്ന് ബസ്സമരായിട്ട് ലീവും കാര്യങ്ങളാണ്. അപ്പം ഇന്ന് ഓഫീസിലൊന്നും പോകാനില്ല. അപ്പം ഞാൻ എന്താ വെച്ച് ഇന്ന് തന്നെ ഉണ്ടാക്കാന്നുള്ളത്. അപ്പം നമ്മുടെ കുക്കിംഗ് വീഡിയോയിൽ കിടന്നാലോ, എന്തായാലും ഒരു പെർഫെക്റ്റ് കുക്കൊന്നുമല്ല ഞാൻ. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പം നമുക്ക് വീഡിയോയിലിട്ട് കിടന്നാലോ. അപ്പോൾ ടിപ്പ് നമ്പർ 1, കോഴിമുട്ട ആരും ഡയറക്റ്റ്ലി ബൗളിലേക്ക് ഒഴിക്കരുത്. ആദ്യം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിൻ്റെ ശേഷം മാത്രം ബൗളിലേക്ക് ഒഴിക്കുക. അല്ലെങ്കിൽ എനിക്ക് പറ്റിയ അതേ അബദ്ധം നിങ്ങൾക്കും പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ആരും ഡയറക്റ്റ് ഒഴിക്കരുത്. എന്താ അബദ്ധം എന്നല്ലേ, കണ്ടോക്കി. അങ്ങനെ അത് ഒഴിവാക്കിയാണ്ട് ഞാൻ പിന്നെയും കോഴിമുട്ട പൊട്ടിച്ചിടാൻ തുടങ്ങി. അങ്ങനെ ഒന്ന് പൊട്ടിക്കുക നല്ലതാണ്. അപ്പം ഞാൻ എനിക്ക് പിന്നെയും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ അടുത്ത കോഴിമുട്ട പൊട്ടിച്ചപ്പോൾ പിന്നെ എനിക്ക് ആ കേടുന്ന കോഴിമുട്ട തന്നെ കിട്ടി. ഞാൻ അങ്ങനെ വികാതാകുമ്പോൾ അപ്പം തന്നെ എനിക്ക് നോക്കിയാൽ മതി. പിന്നെ നോക്കുമ്പോഴാണ് കാണുന്നത് അങ്ങനെ ഞാൻ എല്ലാ കോഴിമുട്ട ഒഴിവാക്കി ഫസ്റ്റ് തൊട്ട് പിന്നെയും പീടികയിൽ പോയി കോഴിമുട്ട കൊണ്ടുവന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം വീണ്ടും വൃത്തിയായിട്ട് രണ്ടാമത് തുടങ്ങിയാണ്. അപ്പം ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ആരും പഠിപ്പിച്ചിട്ടുണ്ടാകുന്ന എനിക്കറിയാം. പിന്നെ ഇൻ്റെത് കണ്ടിട്ട് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ തോന്നിയിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഉണ്ടാക്കിയാലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ഇതുപോലെ പറഞ്ഞുതരാം. വലിയ സംഭവമാക്കി പറയാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്താ ചെയ്യുക, കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഞാൻ 5 കോഴിമുട്ടയാണ് ആദ്യം എടുക്കുന്നത്. അത് ആദ്യം ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ബീറ്ററൊക്കെ എടുത്ത് മിക്സ് ചെയ്യുക. എനിക്കിതിങ്ങനെ ചെയ്തിട്ട് കുറേ നേരം ആക്കേണ്ട പോലെ ഫീൽ ചെയ്തു. അപ്പം ബീറ്റർ ഉണ്ടെങ്കിൽ അതെടുത്ത് മിക്സ് ചെയ്തോളൂ. ഇനി അതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇത് പറയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ചതിട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാര, ഒരു കോഴിമുട്ടക്ക് ഒരു സ്പൂൺ പഞ്ചസാര എന്നുള്ള കണക്കിൽ മതി. ഓവർ മധുരമായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല. അപ്പം ഒരു സ്പൂൺ പഞ്ചസാര വെച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 1-2 സ്പൂൺ ഞാൻ എക്സ്ട്രാ കയ്യിൽ നിന്ന് ഇട്ടിട്ടുണ്ട്. കാരണം ചിലപ്പോൾ മധുരം ഇല്ലെങ്കിലോ എന്നുള്ള ടെൻഷൻ കാരണം ഇട്ടതാണ്. അപ്പം അത് കുറച്ച് ഒഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പാല് കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ട വീഡിയോയിൽ കുറച്ച് പാൽ ഒഴിക്കാൻ പറയുന്നുണ്ട്. അപ്പം കുറച്ച് പാലൂടെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം എനിക്ക് ലോങ് വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല. കാരണം ഓഫീസിൽ പോകണോണ്ട് ആകെ ഒരു ഞായറാഴ്ച എനിക്ക് ഒഴിവിട്ടലുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കിത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം നെയ്യിൽ. അപ്പം പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയതിൻ്റെ ശേഷം അതിൽ നെയ്യും കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് അത് കാഷ്യൂ ഇതൊക്കെ കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ് ജസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നെയ്യിൻ്റെ അൺബോക്സിങ് വീഡിയോ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് പുതിയതാണ്. അപ്പം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ, എല്ലാം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരുവിധ സാധനങ്ങളൊക്കെ ഒന്ന് പുതിയതാണ്. അപ്പം അത് പൊട്ടിച്ച് കുറച്ച് അതൊന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടുക. ഇതിൻ്റെ അളവൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം ഒക്കെ നിങ്ങൾക്ക് അറിയണവർ അങ്ങനെയൊക്കെ ചെയ്തോളി. അപ്പം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് അത് ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ അത് ഏകദേശം സെറ്റ് ആയിക്കണം. അപ്പം അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കുറച്ചൊക്കെ താഴത്ത് പോകുന്നുണ്ട്. അതൊന്നും ഞാൻ മെയിൻ ചെയ്യുന്നില്ല. അത് ഞാൻ ക്യാമറ ഓഫ് ആക്കിയിട്ട് അത് തിരിച്ച പാത്രത്തിൽ തന്നെ ഇട്ടിക്കണം. നമ്മുടെ വീടല്ലേ, നല്ല വൃത്തിയുള്ള വീടാണ്. അതുകൊണ്ടൊക്കെ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നിലത്ത് വീണൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഒക്കെ വില കൊടുത്ത സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് അയക്കാനിടുക. പിന്നെ കഴിഞ്ഞിട്ട് മുന്തിരി ഇട്ടിട്ട് മുന്തിരി വറുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ വീർത്ത് വരുന്നത് കാണാൻ നല്ല രസമാണല്ലോ. അപ്പം അതൊന്ന് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മുന്തിരി ആയിട്ടുണ്ട്. അതിങ്ങനെ മതി. കുറച്ചുകൂടെ ഇത് റെഡി ആയെന്ന് വിചാരിക്കണ്ട കേട്ടോ. നല്ല മുളക് ചുട്ട വേണം മുന്തിരി ഇതാക്കിയപ്പോൾ. കരിഞ്ഞിട്ടാണ് തോന്നുന്നത്. അപ്പം നമുക്കിത് സ്പീഡ് കുറച്ചിട്ട് ഇതുകൂടി ഈ പാത്രത്തിൽ വെക്കാം. നിലത്തേക്കാവാതെ സൂക്ഷിച്ചാക്കാം. ഇത്ര മുന്തിരി ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. കൂടുതലായൊരു സംശയം.
തിരി കുറച്ചുകൂടെ നെയ്യ് ഇട്ടിട്ട് മറ്റേ പണ്ടം റെഡിയാക്കാം. പണ്ടം തന്നെ ഇരിക്കട്ടെ പറയാം, തെറ്റുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ കൊള്ളുമെന്നുള്ളതും കൂടി എനിക്ക് അറിയില്ല കേട്ടോ. ഒട്ടുകൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ വയ്ക്കാം. റെഡി ആവണേ. കറക്റ്റാണ്. ചിലപ്പോൾ ഇളക്കുമ്പോൾ ചിന്താനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പം ചിലപ്പോൾ അമ്മച്ചിനോടിക്ക് നല്ല കേൾക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്നിട്ട് നമ്മളത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതൊരു ലൂസ് പരുവത്തിലായാൽ മതി കേട്ടോ. ഇതിവിടെ സെറ്റ്. ഇനി അടുത്ത പരിപാടി പറഞ്ഞാൽ നമ്മൾ പിന്നെ മുട്ടൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കാനുണ്ട്. അത് 5 എഗ്ഗ്, പിന്നെ ഷുഗർ, സിന്നമൺ പൗഡർ, കുറച്ച് പാല്, അതൊക്കെ കൂടി കൂട്ടിയിട്ട് മിക്സ് ചെയ്തങ്ങാണ്ട് മാറ്റി വെക്കാനുള്ളൂ. വേറെ പരിപാടികളൊന്നുമില്ല കേട്ടോ. അത് ഇതിലാണ് നമ്മൾ മൈദന മുക്കിങ്ങാണ്ട് അതിലേക്ക് കിടത്തേണ്ടത്. അതിനാണ് കേട്ടോ എൻ്റെ അമ്മനെ കൊണ്ട് പരത്തി വെച്ചത്. നല്ല നൈസാണെന്നൊക്കെ പറഞ്ഞത് കേട്ടോ. ഓക്കെയാണ്. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ഓരോ പത്തിരി വെച്ച് ചുട്ടെടുക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം ചട്ടിപ്പത്തിരി. അങ്ങനെ മധുരമുള്ള വലിയൊരു മധുരമുള്ള ഫാനൊന്നുമല്ല ഞാൻ, പക്ഷേ ചട്ടിപ്പത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടും നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രസം. സക്സസ്സും കൂടി ആവണം കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടുണ്ട്. കുറേ വീഡിയോ എല്ലാം കണ്ടിട്ട് എല്ലുകൂടെ ഒപ്പരം പരത്തിയിട്ട് ഇങ്ങനെ പറിച്ചെടുക്കും. പക്ഷെ എനിക്ക് ആ ചൂടോടുകൂടി പറിച്ചെടുക്കാൻ എനിക്ക് പേടിയായതുകൊണ്ട് ചോറെന്ന് പറയുന്നു ഇതാക്കാം. പിന്നെ എങ്ങനെയൊക്കെയായാലും ലാസ്റ്റ് രസം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഇത്. ഉണ്ടാവണമല്ലോ അതിലതിൻ്റെ. അങ്ങനെ നമ്മൾ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞ് അടുത്തത് പറഞ്ഞാൽ ലെയർ ആക്കലാണ്. അപ്പം അതൊരു പാത്രത്തിൽ കുറച്ച് ഓയിലാക്കിയിട്ട് അത് ചുറ്റിലും തടവി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പത്തിരി നമ്മൾ അടി പിടിക്കാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മുട്ടൻ്റെ മിക്സിൽ പത്തിരിനെ മുക്കി എടുത്തിട്ട് ഇതിലിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ആ മറ്റേ ഒരു തീന ഉണ്ടാക്കിയില്ലേ അത് വെച്ചിട്ട് അതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഇതിൽ നമ്മൾ മറ്റേ ഇതിടണം, എന്താ പറയുക, കസ്കസ്. അത് എൻ്റെ അടുത്തില്ല കേട്ടോ. അത് ഇതിൻ്റെ ഒരു ഭംഗിയാന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ആ സംഭവം എൻ്റെ അടുത്തില്ല. കസ്കസ് ഇല്ലെങ്കിലും ചട്ടിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ലെയർ ആക്കുക, എന്നിട്ട് വീണ്ടും ഇതിൽ മുക്കുക, വെക്കുക, സാധനമാക്കുക. അതന്നെ കേട്ടോ പണി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ മുക്കാൻ മറന്നതിൽ വെച്ച് പിന്നെ എടുത്തുകൊണ്ട് മുക്കിൻ്റെ ശേഷം വെച്ചത്. അപ്പോൾ അതാരും മറക്കരുത്. അതിന് വേണ്ടിയാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ മുക്കിയിട്ട് തന്നെ വെക്കുക. ഇനിയിപ്പോൾ അടുത്ത പരിപാടി വേറൊന്നുമില്ല. അത് അടുപ്പത്ത് വെക്കുക, എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കുറച്ച് സമയം നമ്മളത് അടച്ച് വെക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടുങ്ങാണ്ട് വെക്കുക. അപ്പോൾ നമുക്ക് ചട്ടിപ്പത്തിരി ആയിട്ട് കാണാം കേട്ടോ. ഞാൻ ത്രില്ലിലാണ് ഗൈസ്. അങ്ങനെ പറഞ്ഞ് പോയിട്ട് കാര്യമില്ലല്ലോ, നമ്മളാക്കി വെച്ച പാത്രങ്ങൾ നമ്മൾ തന്നെ കഴുകണ്ടേ. അപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ നമുക്ക് സമാധാനമായിട്ട് ഇതായാലും അപ്പം തന്നെ കഴിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നമ്മുടെ അമ്മമാരെ ഒരു സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് വേഗം അതൊക്കെ കണ്ട് കഴുകിയൊക്കെ വിചാരിച്ച്. അങ്ങനെ ഫൈനലി നമ്മളെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് സക്സസ് ആയിട്ട് കാണുമ്പോൾ നമുക്കൊരു ആത്മസംതൃപ്തിയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളൊരിതിൽ. അങ്ങനെ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒന്നും പറയല്ല ഗൈസ്, അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ തീറ്റ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളി, ഞാൻ ഫുൾ ഗ്യാരണ്ടിയാണ്. ഉണ്ടാക്കിയിട്ട് സക്സസ് ആയിക്കണമെങ്കിൽ അതിൻ്റെ കമൻറ്റ് ചെയ്യണം. അപ്പം ഇതാണ് നമ്മുടെ ടേസ്റ്റി മലബാർ ചട്ടിപ്പത്തിരി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടെ ചെയ്യണേ. ടാറ്റാ.